കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോർപ്പറേഷൻ നിർമ്മിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പ്രതിദിനം 100 ലോറി എത്തുന്നുവെന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. പ്ലാന്റിന്റെ പ്രതിദിന കപ്പാസിറ്റി 20 ലോറികളിലെ മാലിന്യം മാത്രമാണ്. വസ്തുതാവിരുദ്ധമായി വാർത്തകൾ നിർമ്മിക്കുകയാണെന്നും ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കി. കോർപ്പറേഷൻ മാലിന്യ സംസ്കരണം മുൻനിർത്തി നടത്തുന്ന പദ്ധതികളോട് ഒരു വിഭാഗം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വൈവിധ്യമാർന്ന മാലിന്യ സംസ്കരണ പദ്ധതികളാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറഞ്ഞു. മെഡിക്കൽ കോളേജ് മാലിന്യ പ്ലാന്റിനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ സംസ്കരണത്തിന് പഴുതുകളില്ലാത്തതിലാണ് STP സ്ഥാപിക്കപ്പെട്ടത്. ആദ്യം സ്ഥാപിക്കപ്പെട്ട മെഡിക്കൽ കോളേജിൽ STP അത് സാധാരണ ഡ്രെയിനേജ് സിസ്റ്റം പോലെ ഉണ്ടാക്കി അതിലൂടെ ഒഴുകുന്ന വേസ്റ്റ് വാട്ടറാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മഴക്കാലത്ത് ഓവർഫ്ലോ ചെയ്ത് പുറത്തു വന്ന് അതൊഴുകുന്ന ചിത്രമാണ് ചില പത്രങ്ങൾ കൊടുത്ത് ഈ കക്കൂസ് മാലിന്യം അവിടെ വരുന്നു, കുഴപ്പമുണ്ടാകുന്നു, കോർപ്പറേഷൻ സ്ഥാപിക്കപ്പെട്ട പ്ലാന്റിന്റെ എന്തോ കുഴപ്പമാണ് എന്ന മട്ടിൽ വാർത്ത വന്നു. ദുഃഖകരമായ വാർത്തയാണ്. ഏറ്റവും മനോഹരമായ പദ്ധതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് മെഡിക്കൽ കോളേജ് വികസന സൊസൈറ്റിയുടെ അഭ്യർത്ഥന പരിഗണിച്ച് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കോളേജിന്റെ അധീനതയിലുള്ള 2 MLD മാലിന്യ പ്ലാന്റിന് പുറമെ കൂടുതലായി 3 MLD പ്ലാന്റും 1.5 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള മേഖലയിലെ മാലിന്യ സംസ്കരണത്തിനായി 100 KLD സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള പഴയ 2 MLD പ്ലാന്റിന്റെ ടാങ്കുകളെല്ലാം തുറന്നു കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തുറന്നു കിടക്കുന്ന 2 MLD പ്ലാന്റ് കോർപ്പറേഷന്റേതാണെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. നഗരസഭയുടെ പ്ലാന്റുകളെല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ്. കോർപ്പറേഷന്റെ പ്ലാന്റിലെ സംസ്കരിച്ച ജലം CWRDM പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. കോർപ്പറേഷൻ മാലിന്യ സംസ്കരണം മുൻനിർത്തി നടത്തുന്ന പദ്ധതികളോട് ഒരു വിഭാഗം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയാണെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കോർപ്പറേഷൻ നിർമ്മിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പ്രതിദിനം 100 ലോറി വരുന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇത് വസ്തുതാവിരുദ്ധമാണെന്നും പ്ലാന്റിന്റെ പ്രതിദിന കപ്പാസിറ്റി 20 ലോറികളിലെ മാലിന്യം മാത്രമാണെന്നും മുസാഫിർ അഹമ്മദ് പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.